നമ്മൾ നോർമൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടും ഗിഫ്റ്റ് സിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ തമ്മിൽ എന്താണ് മാറ്റം? നമ്മൾ നോർമലി ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ പല രീതിയിലുള്ള ഇന്ത്യയിലുള്ള ചെറിയ രീതിയിലുള്ള കമ്പനികളിലും ലാർജ് ക്യാപ്പ് ഫണ്ടുകളിലും ഇക്വിറ്റി ബേസായ ഒട്ടുമിക്ക ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഗിഫ്റ്റ് സിറ്റി ഫണ്ടുകളാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇന്ന് പല AMCകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗിഫ്റ്റ് സിറ്റി ഫണ്ടുകളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള പ്രത്യേകിച്ച് GCCയിലോ മറ്റുള്ള കൺട്രീസിലോ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ലോക്കൽ ബാങ്ക് ഏതാണോ ആ ബാങ്കിൽ നിന്നും ഡയറക്റ്റ് നമ്മുടെ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിലുള്ള പഴയ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലോട്ടാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള അക്കൗണ്ടിൽ നിന്ന് മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. അതൊന്നല്ലേ നമ്മുടെ NRI അക്കൗണ്ടിൽ നിന്നോ NRO അക്കൗണ്ടിൽ നിന്നോ എല്ലാം നമ്മുടെ റെസിഡൻസ് സ്റ്റാറ്റസിലുള്ള ഇന്ത്യയിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴിയോ നമുക്ക് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിന്നും പ്രത്യേകിച്ച് വിഭിന്നമായി ഗിഫ്റ്റ് സിറ്റി ഫണ്ടുകളിലാണെങ്കിൽ ഇപ്പോൾ UAE ആളുകളൊക്കെ ആണെച്ചാൽ നമുക്ക് UAE എമിറേറ്റ്സ് NBDയിലോ മഷരിക്കിലോ അല്ലെങ്കിൽ ADCB പോലുള്ള ബാങ്കിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലോട്ട് ഈ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാനും അതേപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ടുകൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ UAE ബാങ്കുകളിൽ തന്നെ ഈ പൈസ സ്വീകരിക്കാനുള്ള സൗകര്യം നിലവിലുണ്ട്. മിനിമം $500 മുതൽ പല AMCകളിലും നമുക്ക് ഇതേപോലെ ഗിഫ്റ്റ് സിറ്റി ഫണ്ടുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ടാറ്റയുടെ പുതുതായി ലോഞ്ച് ചെയ്ത ഗിഫ്റ്റ് സിറ്റി ഫണ്ടിൽ മിനിമം $500 ഉണ്ടെങ്കിൽ അഥവാ 1800 ദിർഹംസിൻ്റെ അടുത്ത് നമുക്ക് അമൗണ്ട് ഉണ്ടെങ്കിൽ പോലും നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഗിഫ്റ്റ് സിറ്റി ഫണ്ടുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിലുള്ള ആധാർ കാർഡിൻ്റെ പാൻ കാർഡിൻ്റെ ഒന്നും ആവശ്യം നിലവിലില്ല. നമ്മുടെ പാസ്പോർട്ട് കോപ്പിയും പിന്നെ ഇതിൻ്റേതായ 1-2 KYC ഫോമുകളും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ലോക്കൽ ബാങ്കിൽ നിന്ന് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ഇവിടുത്തെ ബാങ്കിലോട്ട് തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള സൗകര്യം നിലവിലുണ്ട്. ഇനി ഇൻ കേസ് നമ്മൾ UAE നിന്ന് നാട്ടിൽ പോയി സെറ്റിൽ ആവുകയാണ്, ആ സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഫണ്ടിന് ആവശ്യമുണ്ട്, നമ്മൾ തിരിച്ച് പുറത്തോട്ട് വരുന്നില്ല അഥവാ GCC കണ്ടിലോട്ടൊന്നും ഇനി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൈസ നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിലോട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള സൗകര്യവും നിലവിലുണ്ട്.